ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള മലയാളം സിനിമ മണിച്ചിത്രത്താഴ്. സിനിമ ഇറങ്ങിയത് 1993. അത് ഡയറക്റ്റ് ചെയ്തത് ഫാസിൽ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. ആ സിനിമയുടെ ഒരു ബ്രീഫായിട്ടുള്ളൊരു സമ്മറിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അതിൽ ചില ജോണേഴ്സിൻ്റെ ഒക്കെ ഒരു മിക്സാണ് ആ സിനിമ. ഹൊറർ എലമെൻറ്റ്സ് ഉണ്ട്, മിസ്റ്ററി എലമെൻറ്റ്സ് ഉണ്ട്, ഡ്രാമയുടെ എലമെൻറ്റ്സും ഉണ്ട്. ഈ സിനിമ ഒരു ക്ലാസിക് സിനിമയാണ്. എന്തുകൊണ്ട് ഇതൊരു ക്ലാസിക്കാണ്? കാരണം ആ കഥ ഭയങ്കര ഇത്തിരി സ്ട്രോങ് ആണ്. സസ്പെൻസിൻ്റെ എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ അതിൽ ആക്ടേഴ്സിൻ്റെ ഒക്കെ പെർഫോമൻസ് അടിപൊളിയാണ് സിനിമയിൽ ത്രൂ ഔട്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ക്ലാസിക് സിനിമയാണ് എന്ന് നമുക്ക് പറയാം. കഥ ഗംഗ എന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. ഗംഗയെ പറ്റി പറയുകയാണെങ്കിൽ ഗംഗ ഒരു മോഡേൺ സ്ത്രീയാണ്. പഠിപ്പുള്ള, വിദ്യാഭ്യാസമുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വുമണാണ്. ഗംഗയുടെ ഭർത്താവാണ് നകുലൻ. ഗംഗയും നകുലൻ്റെ ആൻസസ്ട്രൽ ഹൗസ് മാടൻ തറവാട്, അവിടേക്ക് തിരിച്ചു വരാണ്. മാടൻ തറവാടിനെ പറ്റി പറയുകയാണെങ്കിൽ അത് വലിയൊരു മാൻഷനാണ്. ആ ഒരു മാൻഷന് ഒരു നിഗൂഢമായൊരു ഹിസ്റ്ററി ഉണ്ട്. ആ വീട് കൊല്ലങ്ങളോളം അടച്ചു പൂട്ടി ഇട്ട് വെച്ചിരിക്കുകയാണ് കാരണം ആളുകൾ വിശ്വസിക്കുന്നു ആ വീട്ടിൽ നാഗവല്ലിയുടെ പ്രേതമുണ്ടെന്ന്. നാഗവല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ നാഗവല്ലി ഒരു ഡാൻസറാണ്. നാഗവല്ലിയുടെ പാസ്റ്റിൽ ഷി വാസ് റോങ്ഡ്. നാഗവല്ലിയുടെ കഥ പറയുകയാണെങ്കിൽ നാഗവല്ലി രാജാവിൻ്റെ ശത്രുവായിട്ട് പ്രണയത്തിലായിരുന്നു. രാജാവ് അവളുടെ ലവറിനെ കൊന്നു. അവളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. അപ്പോൾ തുടങ്ങിയ ആളുകൾ വിശ്വസിക്കുന്നത് അവളുടെ പ്രേതം ആ വീട്ടിൽ ചുറ്റുന്നുണ്ട് പ്രതികാരം എടുക്കാനായിട്ട്. ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം വാണിംഗ് കൊടുക്കുന്നു നകുലനും ഗംഗയ്ക്കും അവിടെ നിൽക്കരുതെന്ന്. പക്ഷെ അവരവിടെ താമസിക്കാനായിട്ട് തീരുമാനിക്കും. ഗംഗയ്ക്കാണെങ്കിൽ നാഗവല്ലിനെ പറ്റി അറിയാനും ആ കൊട്ടാരത്തിനെ പറ്റി അറിയാനും ഭയങ്കര താല്പര്യം കൂടുതലാണ്. ആൾക്ക് സാഹസങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. പോകരുത്, തുറക്കരുത് എന്ന് പറഞ്ഞ ആ ഫോർബിഡൻ റൂം ഗംഗ തുറക്കുന്നു. അത് ഒരുപാട് വർഷം പൂട്ടിയിട്ട റൂമായിരുന്നു. അതിനുശേഷം ആ വീട്ടിൽ ഒരുപാട് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഒരു ഫർണിച്ചർ തനിയെ നീങ്ങുന്നു. ലാമ്പുകൾ തെളിയിക്കാതെ തനിയെ അത് ലൈറ്റ് കത്തുന്നു. ആളുകൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള സൗണ്ട് കേൾക്കുന്നു. എല്ലാവരും വിശ്വസിക്കുന്നു നാഗവല്ലിയുടെ സ്പിരിറ്റ് പുറത്തേക്ക് വന്നുവെന്ന്. അപ്പോൾ ഈ നിഗൂഢത സോൾവ് ചെയ്യാനായിട്ട് നകുലൻ്റെ ഫ്രണ്ടായി ഡോക്ടർ സണ്ണി ജോസഫിനെ വിളിക്കുന്നു. സണ്ണി ജോസഫ് ഒരു സൈക്കാട്രിസ്റ്റാണ്. മറ്റുള്ളവരെ പോലെയല്ല, സണ്ണി പ്രേതത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. അവൻ വിശ്വസിക്കുന്നത് ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടെന്നാണ്. കഥ മുന്നോട്ട് പോകുമ്പോൾ സണ്ണി കണ്ടുപിടിക്കുന്നു ഗംഗയ്ക്ക് ഒരു സെക്കൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്പായിട്ടുണ്ട്. അവൾ വിശ്വസിക്കുന്നത് അവൾ നാഗവല്ലിയാണെന്നാണ്. ആ മെൻ്റൽ ഡിസോർഡറിൻ്റെ പേരാണ് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. ഗംഗയുടെ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസും ഫ്രസ്ട്രേഷൻസും കാരണമാണ് അവൾ നാഗവല്ലിയായിട്ട് മാറുന്നത് അവളറിയാതെ. സണ്ണി മനസ്സിലാക്കുന്നു ഗംഗയ്ക്ക് നാഗവല്ലിയുടെ ആ ഒരു ട്രാജിക് സ്റ്റോറി ഗംഗേനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് അവൾ നാഗവല്ലിയായിട്ട് മാറുന്നു. ചില സമയങ്ങളിൽ അവൾ പോലും അറിയാതെ അവൾ നാഗവല്ലിയായിട്ട് മാറുന്നു. ചില പാട്ട് അവൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ, നാഗവല്ലിയുടെ ചില ഐറ്റംസ് അവൾ കാണുമ്പോൾ അവളുടെ പേഴ്സണാലിറ്റി സ്വിച്ച് ചെയ്യും, നാഗവല്ലിയായിട്ട് മാറും. അവൾ അഗ്രസീവ് ആവും. അവൾ വിശ്വസിക്കുക അവൾ നാഗവല്ലിയാണെന്ന്. രാജാവിനെതിരെ റിവെഞ്ച് എടുക്കാനായിട്ട് അവൾ തീരുമാനിക്കും. ഈ മൂവിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് സണ്ണി ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യും ഗംഗയുടെ അസുഖം മാറ്റാനായിട്ട്. അവൻ പാസ്റ്റിലുണ്ടായ ഇവൻറ്റ്സ് എല്ലാം റീക്രിയേറ്റ് ചെയ്യും. ഗംഗേനെ മനസ്സിലാക്കും ഗംഗ നാഗവല്ലി അല്ല, പക്ഷേ ഒരു നോർമൽ സ്ത്രീയാണ്. അവസാനം എന്താണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗയുടെ അസുഖം മാറും. നാഗവല്ലിയുടെ സ്പിരിറ്റ് സിംബോളിക്കലി ലെയ്ഡ് ടു റെസ്റ്റ് ആകും. സണ്ണി എക്സ്പ്ലെയിൻ ചെയ്യും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് ട്രീറ്റ്മെൻറ്റ് വേണം, അത് മനസ്സിലാക്കണം, പേടിയല്ല, അന്ധവിശ്വാസമല്ല വേണ്ടതെന്ന് പറയും. മണിച്ചിത്രത്താഴ് ഒരു പ്രേതപടമല്ല, മറിച്ച് ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലോറേഷനാണ്. മനുഷ്യരുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരേണ്ട ഒരു പടമാണ്.
ഇത് കാണിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ആണ്. എങ്ങനെയാണ് കൾച്ചറൽ കഥകൾ, കൾച്ചറൽ വിശ്വാസം ഒരാളുടെ പെരുമാറ്റത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ സിനിമ ഹൈലൈറ്റ് ചെയ്യുന്നത് അന്ധവിശ്വാസങ്ങൾ, പാരമ്പര്യം, മോഡേൺ തിങ്കിങ്, പിന്നെ സയൻസും വിശ്വാസവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അതൊക്കെയാണ്. ഈ സിനിമ ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നു ബിക്കോസ് ഓഫ് ഇറ്റ്സ് സസ്പെൻസ്ഫുൾ സ്റ്റോറി ടെല്ലിംഗ്, പവർഫുൾ ആക്ടിങ് ബൈ ശോഭന ആസ് നാഗവല്ലി ഓർ ഗംഗ. പിന്നെ ഒരു സെൻസിറ്റീവ് ടോപ്പിക്കാണ് ഈ സിനിമയിൽ അവർ ഡീൽ ചെയ്തിരിക്കുന്നത്, മെൻ്റൽ ഹെൽത്ത്. പിന്നെ ശോഭന ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഒരുപാട് ഭാഷകളിലേക്ക് റീമെയ്ഡ് ചെയ്തിട്ടുണ്ട്, 7 ലാംഗ്വേജ്. ഹിന്ദിയിൽ ഭൂൽ ഭുലയ്യ, തമിഴിൽ ചെയ്തിട്ടുണ്ട്, കന്നഡയിൽ ചെയ്തിട്ടുണ്ട്, തെലുഗുവിലും ചെയ്തിട്ടുണ്ട്.